ഒന്നാമതായി PCOS ബാധിച്ച സ്ത്രീകൾക്ക് മുഖക്കുരുവും പാടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ ആണ് ഇതിന്റെ കാരണം. ഇത് മുഖം, തലയോട്ടി, നെഞ്ച്, പുറം എന്നിവിടങ്ങളിൽ എണ്ണമയമുള്ള ചർമ്മത്തിന് കാരണമാകുന്നു. മുഖക്കുരു പ്രധാനമായി കാണപ്പെടുന്നത് താടിയിലും വായുടെ അടുത്തുമാണ്. എണ്ണമയമുള്ള ചർമ്മം പാടുകൾക്കും സുഷിരങ്ങൾ അടയുമ്പോൾ മുഖക്കുരുവിനും സാധ്യത കൂട്ടുന്നു. ചർമ്മ സംരക്ഷണ രീതികളിലൂടെ ഇവ ചികിത്സിച്ചേക്കാം. ചികിത്സ തുടർന്നാലും മുഖക്കുരു ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുന്നത് നല്ലതാണ്. അവർ ചർമ്മം വൃത്തിയാക്കാനും സ്ഥിരം പാടുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന ക്രീമുകളോ ഗുളികകളോ നൽകിയേക്കാം. ചില PCOS രോഗികൾക്ക് സാധാരണമല്ലാത്ത സ്ഥലങ്ങളിൽ അമിതമായ രോമവളർച്ച അനുഭവപ്പെടാറുണ്ട്. മുഖം, കഴുത്ത്, നെഞ്ച്, വയറ്, പുറം അല്ലെങ്കിൽ പിൻഭാഗങ്ങളിൽ കട്ടിയും കറുത്തതുമായ രോമങ്ങൾ വളരാൻ ഇത് കാരണമാകുന്നു. അമിതമായ രോമവളർച്ച നീക്കം ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഇതിൽ ബ്ലീച്ചിങ്, ഷേവിംഗ്, വാക്സിംഗ് എന്നിവ ഉൾപ്പെടുന്നു. കൂടുതൽ സ്ഥിരമായ പരിഹാരത്തിന് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് ഉപയോഗിച്ചേക്കാം. എന്നിരുന്നാലും ഇത് ചെലവേറിയതാണ്. ആവശ്യമെങ്കിൽ രോമവളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. മറുവശത്ത് ചില PCOS ബാധിച്ച സ്ത്രീകൾക്ക് മുടി നഷ്ടമാകാറുണ്ട്. മുടിയുടെ കനം കുറയുന്നതാവാം ഇതിന്റെ കാരണം. മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുവാൻ ഗുളികകളോ തൈലമോ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം. മുടി നഷ്ടം മറയ്ക്കാൻ ചില സ്ത്രീകൾ ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ സ്പ്രേകൾ അല്ലെങ്കിൽ ഹെയർ പീസുകൾ പോലുള്ള മറവുകൾ എന്നിവ ഇഷ്ടപ്പെടുന്നു. PCOS അക്കാന്തോസിസ് നൈഗ്രൻസ് എന്നറിയപ്പെടുന്ന ചർമ്മപാടുകളുടെ വികസനത്തിന് കാരണമാകും. ഇവ സാധാരണയായി കഷത്തിലോ കഴുത്തിലോ കറുത്ത മൃദുലമായ പ്ലേക്കുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അക്കാന്തോസിസ് നൈഗ്രൻസ് സ്വയം കുഴപ്പമില്ലാത്തതാണെങ്കിലും ചില ആളുകൾ അതിൻ്റെ രൂപത്തിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. അക്കാന്തോസിസ് നൈഗ്രൻസ് PCOSൽ മാത്രമല്ല, അമിതവണ്ണം അല്ലെങ്കിൽ പ്രമേഹത്തിലും കാണപ്പെടുന്നു. അതിനാൽ ഭാരം കുറയ്ക്കുകയും പ്രമേഹം നിയന്ത്രിക്കുന്നതുമാണ് ഇതിൻ്റെ ചികിത്സ. ഇത് സമയം കടന്നു പോകുമ്പോൾ അവരുടെ രൂപം മങ്ങാൻ കാരണമാകും. PCOS ബാധിച്ചവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ സന്ദർശിക്കുക. നന്ദി.